രാമകാനെ ഒന്നിങ്ങാട് വന്നേടാ, ഈ തോണി ഒന്ന് തള്ളി തന്നേടാ. പല പല വേദികളായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സത്യത്തിൽ നിങ്ങളുടെ മേഖല എന്താ? ഞാൻ സത്യത്തില് പാട്ട് എഴുതും, പാട്ട് പാടും, അതുപോലെ ആങ്കറിങ് ചെയ്യും, അഭിനയിക്കും, മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെ കലയുടെ പല മേഖലകളിലും സജീവമായി പ്രവർത്തിക്കാൻ ആഗ്രഹമുള്ള സ്കൂൾ കലോത്സവങ്ങളിൽ നിങ്ങളുടെ റോൾ എന്താ? മാപ്പിളപ്പാട്ട്, പിന്നെ അതുപോലെ തന്നെ മോണോ ആക്ട്, മിമിക്രി തലങ്ങളിലൊക്കെ ജഡ്ജായിട്ട് ഇരിക്കാറുണ്ട്. പിന്നെ നാടകത്തിന്റെ ഒക്കെ പിന്നണിയിൽ പ്രവർത്തിക്കാറുണ്ട്. സകലകല വല്ലവൻ അങ്ങനെ പറയാല്ലേ? ഓ, അങ്ങനെ പറയുന്നതിലൊരു സന്തോഷമുണ്ട്. കുട്ടികൾക്കിടയിൽ നമ്മൾ പഴയ കാലത്തെ പണ്ടൊരു രാജ്യത്തൊരു രാജാവ് ഉണ്ടായിരുന്നു, അതൊന്നും അല്ല. അങ്ങനെയുള്ള കഥകളൊക്കെ ഇഷ്ടമാണ്. കുട്ടികൾ മുഖത്തേക്ക് നോക്കി നിൽക്കും. പക്ഷെ നമ്മളിപ്പോ ഒരു തോണിക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു വഞ്ചിക്കാരനായിട്ടൊക്കെ ഒരു കഥ അവതരിപ്പിക്കുകയാണെങ്കിൽ നമ്മളൊരു മുക്കുവനായിട്ട് മാറണം. എന്നിട്ട് തോണി ഇങ്ങനെ കടലിലേക്ക് തള്ളുന്ന പോലെ ചെയ്യുന്ന സമയത്ത് തള്ളാൻ കഴിയുന്നില്ല. ആ സമയത്ത് നമ്മൾ കുട്ടികളെ നോക്കിയിട്ട് ഫീലിങ്സ് ഉണ്ടാക്കിയിട്ട് കുട്ടികളെ വിളിക്കാം, എടാമകാനെ ഒന്നിങ്ങാട് വന്നേടാ, ഈ തോണി ഒന്ന് തള്ളി തന്നേടാ, നീയും പാട എന്നൊരു കുട്ടികളെ വിളിക്കുമ്പോ കുട്ടികൾ ഇങ്ങോട്ട് ഓടി വരികയും നമ്മളൊപ്പം കൂടുകയും. ഇത് കേൾക്കുമ്പോ പിന്നെ കുട്ടികള് മുക്കുവന്റെ സഹായിയൊക്കെ ആയിട്ട് മാറും. അപ്പൊ അവരെ വെച്ചൊരു ക്രിയേഷൻ, വേറൊരു സംഭവം അവരുടെ മനസ്സിനുള്ളിലേക്ക് കയറണം. ഒരു തത്തമ്മയാവുകയാണെങ്കിൽ ആ തത്തമ്മ പോലും നമ്മൾ കുട്ടികൾക്കിടയിലായി മാറണം. കഥാപാത്രമാണെങ്കിലും കഥാപാത്രമായി മാറും. നമ്മൾ കഥാപാത്രമായിട്ട് മാറണം.